നമസ്കാരം. ഓ ഓ കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ചതുരധികശതതമ സർഗഃ 104 സർഗം 1 തുടങ്ങി 13 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. 104 സർഗത്തിലെ തം തു രാമസമാജ്ഞായ ഭ്രാതരം ഗുരുവത്സലം ലക്ഷ്മണേന സഹ ഭ്രാതാ പൃഷ്ടും സമുപചക്രമേ. കിമേതതിച്ഛേയമഹം ശ്രോതും പ്രവ്യാഹൃതം ത്വയാ യസ്മാത് ത്വമാഗതോ ദേശം ഇമം ചീരജടാജിനീ. യന്നിമിത്തമിദം ദേശം കൃഷ്ണാജിനജടാധരഃ ഹിത്വാ രാജ്യം പ്രവിഷ്ടസ്ത്വം തത്സർവം വക്തുമർഹസി. ഇത്യുക്ത കേകയീപുത്ര കാകുൽസ്തേന മഹാത്മനാഃ പ്രഗൃഹ്യ ബലവദ്ഭൂയ പ്രാഞ്ജലിർവാക്യമബ്രവീത്. ആര്യതാതപരിത്യജ്യ കൃത്വാ കർമ്മസു ദുഷ്കരം ഗതം സ്വർഗം മഹാബാഹോ പുത്രശോകാഭിപീഡിതഃ. സ്ത്രിയാ നിയുക്ത കൈകേയ്യ മമ മാത്രാ പരന്തപ ചകാര സാ മഹത്പാപം ഇദമാത്മയശോഹരം. സാ രാജ്യഫലമപ്രാപ്യ വിധവാ ശോകകർഷിത പതിഷ്യതി മഹാഘോരേ നരകേ ജനനീ മമ. തസ്യ മേ ദാസഭൂതസ്യ പ്രസാദം കർത്തുമർഹസി അഭിഷിഞ്ജസ്വ ചാദ്യൈവ രാജ്യേന മഖവാനിവ. ഇമാ പ്രകൃതയാ സർവാ വിധവാ മാതരക്ഷയാഃ ത്വത്സകാശമനുപ്രാപ്താഃ പ്രസാദം കർത്തുമർഹസി. തഥാനുപൂർവ്യാ യുക്തച്ഛ യുക്തം ചാത്മനി മാനദ രാജ്യം പ്രാപ്നുഹി ധർമ്മേണ സകാമാൻ സുഹൃദഃ കുരു. ഭവത്യ വിധവാ ഭൂമി സമഗ്രാപതിനാ ത്വയാ ശശിനാ വിമലേനേവ ശാരദീരജനീ യഥാ. ഏഭിച്ഛ സജീവൈ സാർത്ഥം ശിരസാ യാചിതോ മയാ ഭ്രാതു ശിഷ്യസ്യ ദാസസ്യ പ്രസാദം കർത്തുമർഹസി. തദിദം ശാശ്വതം പിത്യം സർവം സജീവമണ്ഡലം പൂജിതം പുരുഷവ്യാഘ്ര നാതിക്രമിതുമർഹസി. ചതുരധികശതതമ സർഗഃ 104 സർഗത്തിലെ 13 വരെയുള്ള ശ്ലോകം പാരായണം ചെയ്തു. ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥമൊന്ന് ഏകദേശമായി നോക്കാം.
ഒന്നാമത്തെ ശ്ലോകം. തം തു രാമസമാജ്ഞായ ഭ്രാതരം ഗുരുവത്സലം ലക്ഷ്മണേന സഹ ഭ്രാതാ പൃഷ്ടും സമുപചക്രമേ. ഭ്രാതാവിനെ ഗുരുഭക്തിയുള്ളവനെന്നറിഞ്ഞിട്ട് ലക്ഷ്മണനോടുകൂടി ഇരിക്കുന്ന രാമൻ ഉത്സാഹപ്പെടുത്തിക്കൊണ്ട് ഭരതനോട് ചോദിച്ചു. ശ്ലോകം 2. കിമേതദിച്ഛേയമഹം ശ്രോതും പ്രവ്യാഹൃതം ത്വയാ യസ്മാത് ത്വമാഗതോ ദേശം ഇമം ചീരജടാജിനീ. ഇപ്രകാരം മരവുരിയും ജടയും ധരിച്ചിട്ട് ഭവാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് വിവരിച്ചു കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്ലോകം 3. യന്നിമിത്തമിദം ദേശം കൃഷ്ണാജിനജടാധരഃ ഹിത്വാ രാജ്യം പ്രവിഷ്ടസ്ത്വം തസ്സർവം വക്തുമർഹസി. എന്ത് കാരണത്താലാണ് രാജ്യം വിട്ടിപ്രകാരം കൃഷ്ണാജിന ജടാധാരിയായി ഈ ദേശത്തേക്ക് വന്നതെന്നു പറയൂ. ശ്ലോകം 4. ഇത്യുക്ത കേകയീപുത്ര കാകുൽസ്തേന മഹാത്മന പ്രഗൃഹ്യ ബലവത് ഭൂയ പ്രാഞ്ജലിർവാക്യമബ്രവീത്. മഹാത്മാവായ കാകുൽസ്ഥൻ വീണ്ടും ആലിംഗനം ചെയ്തിട്ട് ഇപ്രകാരം പറഞ്ഞപ്പോൾ കൈകൂപ്പിക്കൊണ്ട് ഭരതൻ പറഞ്ഞു. ശ്ലോകം 5. ആര്യതാതപരിത്യജ്യ കൃത്വാ കർമ്മസു ദുഷ്കരം ഗതം സ്വർഗം മഹാബാഹു പുത്രശോകാഭിപീഡിതഃ. ആര്യ, സുദുഷ്കരമായ കർമ്മം ചെയ്തതിനു ശേഷം പിതാവ് നമ്മയെല്ലാം ഉപേക്ഷിച്ച് പുത്രശോകാഭിപീഡിതനായി സ്വർഗം പോകി. ശ്ലോകം 6. സ്ത്രീയാ നിയുക്ത കൈകേയ്യ മമ മാത്രാ പരന്തപ ചകാര സാ മഹത്പാപം ഇദം ആത്മയശോഹരം. ശ്ലോകം 6ൻ്റെ അർത്ഥം. സ്ത്രീ പ്രേരണയാലാണ് അത് ചെയ്തത്. എൻ്റെ അമ്മയായ കൈകേയി സ്വയശസ്സിനെ നിഹനിക്കുന്ന വലിയ പാപം ചെയ്തു. ശ്ലോകം 7. സരാജ്യഫലമപ്രാപ്യ വിധവാ ശോകകർഷിത പതിഷ്യതി മഹാഘോരേ നരകേ ജനനീ മമ. രാജ്യം കിട്ടുകയെന്ന ലക്ഷ്യം നേടാതെ ദുഃഖാകുലയായി തീർന്ന വിധവയായ അമ്മ മഹാഘോര നരകത്തിൽ പതിക്കും. ശ്ലോകം 8. തസ്യ മേ ദാസഭൂതസ്യ പ്രസാദം കർത്തുമർഹസി അഭിഷിഞ്ചസ്വ ചാദ്യൈവ രാജ്യേന മഖവാനിവ. അങ്ങയുടെ ദാസനായി വർത്തിക്കുന്ന ഈ എന്നിൽ പ്രസാദിച്ചാലും ഉടനെ തന്നെ ഇന്ദ്രനെ പോലെ രാജാവായി അഭിഷിക്തനായാലും. ശ്ലോകം 9. ഇമാ പ്രകൃതയ സർവ വിധവാ മാതരക്ഷയാഃ ത്വത്സകാശമനുപ്രാപ്ത പ്രസാദം കർത്തുമർഹസി. 9ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇക്കാണുന്ന സകല പൗരരും വിധവകളായ അമ്മമാരും അങ്ങയുടെ അടുത്തേക്കിതാ എത്തിയിരിക്കുന്നു. അവരോട് പ്രസാദിച്ചാലും. ശ്ലോകം 10. തഥാനുപൂർവ്യായുക്തച്ഛ യുക്തം ചാത്മനി മാനദ രാജ്യം പ്രാപ്നുഹി ധർമ്മേണ സകാമാൻ സുഹൃദ കുരു. ആനുപൂർവികക്ക് അനുസരിച്ച്, മുൻപിൽ ക്രമമനുസരിച്ച് ധർമാനുസൃതമായി രാജ്യഭരണം ഏറ്റെടുത്താലും സുഹൃത്തുക്കളുടെ ഇച്ഛ നിറവേറ്റിയവരാക്കിക്കൊണ്ട് അങ്ങ് ഭരണം ഏറ്റെടുത്താലും. ശ്ലോകം 11. ഭവത്യവിധവാ ഭൂമി സമഗ്രാപദിനാ ത്വയാ ശശിനാ വിവലേനേവ ശാരദീ രജനീ യഥാ.
പതിയായ അങ്ങയാൽ ഭൂമി സഭർത്തൃകയായിരിക്കുന്നു. ശരത്കാല രാത്രി ചന്ദ്രനാൽ എന്ന പോലെ. ശ്ലോകം 12. ഏഭിച്ഛ സജീവൈ സാർത്ഥം ശിരസാ യാചിതോ മയാ ഭ്രാതുശിഷ്യസ്യ ദാസസ്യ പ്രസാദം കർത്തുമർഹസി. ഞാനും ഈ സജീവന്മാരും ശിരസ്സു നമിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അങ്ങയുടെ ഭൃത്യനായ ഈ ഭ്രാതാവിൽ കനിഞ്ഞാലും. ശ്ലോകം 13. തദിദം ശാശ്വതം പിത്യം സർവം സജീവമണ്ഡലം പൂജിതം പുരുഷവ്യഘ്ര നാതിക്രമിതുമർഹസി. അല്ലയോ പുരുഷോത്തമ, അങ്ങയുടെ പിതാവിൻ്റെ ഈ അമാത്യന്മാരെയെല്ലാം അങ്ങ് പൂജിച്ചു പോന്നിട്ടുണ്ട്. അവരുടെ ഇച്ഛയെ അങ്ങ് തള്ളിക്കളയരുത്. 104-ാം സർഗത്തിലെ 13 ശ്ലോകങ്ങൾ പാരായണം ചെയ്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.